ഹായ് ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻകറിയാണ്. ഇത് കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ചൂരയാണ്. 1 കിലോഗ്രാം ചൂരയാണ്. അത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോഗ്രാം ചൂരമീനാണ്. ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, കൊടംപുളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന്. ഇത് ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് പേർക്കൊക്കെ ഇതെങ്ങനെ വെക്കേണ്ടതെന്ന് അറിയാം. എങ്കിലും തൃശ്ശൂർ നാട്ടിലോട്ടൊന്നും ഈ രീതിയിൽ ആരും കുറവാണ് വെക്കാറുള്ളത്. ഇങ്ങനെയൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് എങ്ങനെ വെക്കേണ്ടതെന്ന് നോക്കാം. ഇതിനായി ഒരു മൺചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്, അതാണ് കുറച്ചുകൂടി ടേസ്റ്റി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം 1 കിലോഗ്രാം മീനുള്ളത് കൊണ്ട് ഒരു 3 സ്പൂണിൻ്റെ അടുത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഇത് മതിയാവും. നന്നായി ചൂടായതിന് ശേഷം കടുക് ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇത് ഞാൻ കടുക് ഇടുന്നില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ഇടുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒപ്പം ഇട്ടാലും മതി കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ഇടണമെന്നൊന്നുമില്ല. രണ്ടും ഒപ്പം ഇട്ട് കൊടുക്കാം. ഒപ്പം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് വാടി വരുമെന്ന് വേണ്ട. ഏകദേശം ഒരു ചെറിയ മൂപ്പായി കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് വഴന്ന് വരട്ടെ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് പോകട്ടെ. നമുക്കൊന്നുകൂടി ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു മിനിറ്റോളം എടുക്കും ഇത് നമുക്ക് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ഇതൊക്കെ കണ്ടില്ലേ, ഏകദേശം മൂപ്പായി വരുന്നുണ്ട്. ഒത്തിരി അങ്ങ് നമ്മൾ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ ബ്രൗൺ കളർ ആവണമെന്നില്ല, ഒന്ന് വാടിയാൽ മതി. നമുക്കിതിനകത്തോട്ടേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടുന്നത് 1 കിലോഗ്രാം ചിക്കൻ ആയതുകൊണ്ട് ഒരു 4 സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. 4 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂണോളം സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാരണം മീൻകറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനാണ് നമ്മൾ കാശ്മീരി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി നമ്മൾ ഈ മീൻകറിക്ക് ഇടുന്നുണ്ട്. ഇത് ഈ മീൻകറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉലുവാപ്പൊടി ഇടുന്നത്. സാധാരണ എല്ലാവരും മോരുകറിക്കൊക്കെയാണ് ഉലുവാപ്പൊടി ഇടുന്നത്. ഈ മീൻകറിക്കും ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ മുളക് പൊടി നന്നായിട്ട് പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഒരു കളറായി വരട്ടെ. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ കളർ ഒരു സാധാ മുളക് പൊടി ആണെങ്കിൽ ഒരു ബ്രൗൺ കളറോളം വരും.
മറ്റേ മുളക് പൊടി ആയതുകൊണ്ട് അത് നമുക്ക് അത്രയും കളർ തന്നെ വരില്ല. നന്നായി പച്ചമണമൊക്കെ അങ്ങ് പോട്ടെ. അതായത് കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ചാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. മീൻ പറ്റിച്ചാണല്ലോ നമ്മൾ എടുക്കുന്നത്, അപ്പോൾ ഒത്തിരി വെള്ളം വേണ്ട. ഇനിയിപ്പോൾ അഥവാ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൊഴുപ്പ് കുറയുന്നേ ഉള്ളൂ. ഇനി വെള്ളവും നന്നായി തിളച്ച് വരട്ടെ. നമുക്കതിനകത്തേക്ക് പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ചൂട് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഏകദേശം ഈ ഒരു ഇതിൽ ബാക്കി തിളച്ച് വരുമ്പോൾ കുറുകി വന്നോളൂ. നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പുളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇത്രയും മീനിലേക്ക് ഞാനൊരു 6 ചുള പുളിയാണ് ഇടുന്നത്. ഏകദേശം ഈ വലിപ്പത്തിലുള്ള പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കണ്ടില്ലേ, ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 2 ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു മീൻ കറിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. തള വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് മീനിട്ട് കൊടുക്കാം. എല്ലാ മീനും നമുക്ക് നിരത്തിയിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് കുറവാണെങ്കിൽ നമുക്ക് ശകലം ചൂടാക്കി ചേർക്കാം. നമ്മൾ ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നില്ല. നന്നായിട്ടൊന്ന് മീനും കൂടി ഇരുന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. അതുവരെ ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഇത് മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നേരത്തെ മീൻ കഷ്ണമൊക്കെ മുകളിലല്ലേ ഇരിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ തിളച്ച് ഒന്ന് അമങ്ങിപ്പോയപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ ശേഷം ഉപ്പും പുളിയൊക്കെ പാകമാണെന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. മീൻ അങ്ങനെ ഇളക്കരുത്, അപ്പോൾ പൊടിഞ്ഞു പോവും. ഒന്ന് ചിറ്റിച്ചെടുക്കാനേ നമ്മൾ പാടുള്ളൂ. നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മീൻ തുറന്ന് നോക്കാം. നന്നായി തിളച്ച് വേവാറായിട്ടുണ്ട്. നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാം. മീൻ ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് ചിറ്റിക്കാനേ പാടുള്ളൂ. നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്കും മീൻ കറി റെഡി. നമ്മുടെ മീൻ കറി റെഡിയായോ നമുക്ക് നോക്കാം. വേണ്ടോ, പാകത്തിന് ചാറും എല്ലാം പാകത്തിനാണ്. ഉപ്പൊക്കെ ഞാൻ നോക്കി, ഉപ്പ് പാകമാണ്, പുളിയും പാകമാണ്. ഇനി നമുക്ക് ബർണർ ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ കോട്ടയം സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്.
ഇതെല്ലാവർക്കും തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു മീൻ കറിയാണ്. ചൂര എല്ലാ മീനും ഇതുപോലെ തന്നെ കട്ട്ല, സിലോപ്പിയ, ചാള, അയില എല്ലാ മീനും ഇതുപോലെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എരിവ് കുറവ് വേണമെന്നുള്ളവർക്ക് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ഇച്ചിരി ചാറും എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുളക് പൊടി കൂട്ടിയിട്ട് കൊടുക്കാം. ഇപ്പോൾ അതേ അധികം ചാറില്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ചെറിയൊരു രീതിയിലുള്ള ചാറേ നമുക്ക് ഇതിനകത്തുള്ളൂ. ചാറ് കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് മുളക് പൊടി കുറച്ചുകൂടെ കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ആവശ്യത്തിന് പുളിയും ഉപ്പും എരിവും എല്ലാം പാകമാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം.